ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് രേണു സുധിയെക്കുറിച്ചാണ്. നമ്മുടെ അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം അവരുടെ കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. ട്രോഫികളെല്ലാം കൂടെ വെച്ചാൽ കൊല്ലം സുധിക്ക് ലഭിച്ച പുരസ്കാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ ഒരു ചാക്കിനകത്ത് കെട്ടിവെച്ച് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഒരു വ്ലോഗ് ചെയ്തതിൽ അത് ഋതപ്പൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിലിനടിയിൽ വെച്ചിട്ടാണ് അമ്മയുടെ ട്രോഫി എല്ലാം മേശപ്പുറത്ത് വെച്ചു. നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്കോ ഒരു പുരസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലല്ലേ നമ്മൾ കൊണ്ടുവെക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കൊല്ലം സുധിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും മൊമെൻറ്റോകളും എല്ലാം കൂടെ ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ വെച്ചേക്കണം. അപ്പോൾ ഈ മൂത്ത കുട്ടിയുണ്ടല്ലോ, കിച്ചു, ആ കുട്ടി ഇളയ കുട്ടിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു വ്ലോഗ് ചെയ്തിരുന്നു. ആ വ്ലോഗിലാണിത് കാണിച്ചു തരുന്നത്. ആ ഇളയ കുട്ടി തന്നെയാണത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് രേണു സുധി പറയുന്നതെന്ന് വെച്ചാൽ, അത് കുട്ടിക്ക് 5 വയസ്സല്ലേ ഉള്ളൂ, ഇളയ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ചാക്കിൽ കെട്ടിവെച്ചത് എന്നാണ് രേണു പറയുന്നത്. ഇപ്പോൾ രേണുവിന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം അതെടുത്തു കഴിഞ്ഞ് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. മരിച്ചു പോയവരുടെ ആ പുരസ്കാരം പിന്നെ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ കുറേ വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അതെല്ലാം കൂടി, കുറേ പുരസ്കാരങ്ങളുണ്ടായിരുന്നു, അവാർഡുകളുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഞാൻ ചാക്കി കെട്ടി അത് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ആ കുട്ടി എടുത്ത് ഒടിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ വെച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞതിങ്ങനെയാണ്: മകൻ ചെറിയ കുഞ്ഞാണ്, 5 വയസ്സല്ലേ ഉള്ളൂ. അവൻ സുധിച്ചേട്ടൻ്റെ അവാർഡൊക്കെ എടുത്ത് കളിക്കും. എൻ്റെ അവാർഡുകൾ അവനെടുത്ത് കളിച്ച് അത് ഒടിഞ്ഞു പോയാൽ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സുധിച്ചേട്ടൻ ഇത്രയും നാൾ വാങ്ങിയ അവാർഡ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഒടിച്ചു കളഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നീട് അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അവാർഡുകൾ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ്, കുഞ്ഞു കാണാതെ ചാക്കിൽ വെച്ച് പാത്ത് കൊണ്ടുവച്ചതാണെന്നാണ് പറഞ്ഞത്. എന്നെ അറിയാവുന്നവർക്ക് ഞാൻ ചെയ്തത് എന്താണെന്നത് മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. വീട്ടിലിപ്പോൾ കാരണമെന്ന് വെച്ചാൽ അത് ചാനലുകാരെല്ലാം കൂടെ വെച്ചു കൊടുത്ത ഒരു വീടാണ്. അവിടെ ഒരു അലമാരി പോലും ഇല്ല എന്ന് അല്ലെങ്കിൽ ഒരു ട്രോഫി വെക്കാൻ ഒരു മേശ പോലും ഇല്ല എന്ന് പറയുന്നത് നുണയല്ലേ? അതിലൊരു കള്ളത്തരമില്ലേ? വീട്ടിലിപ്പോൾ ട്രോഫി വെക്കാനുള്ള അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ല എന്നാണ് രേണു സുധി പറയുന്നത്. അവളെന്ന് പറയാൻ പറ്റില്ല, രേണു സുധി എന്ന വ്യക്തിയുടെ ട്രോഫികളെല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ രേണു സുധി അതിന് മറുപടി പറയുന്നുണ്ട് കേട്ടോ. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രോഫി മേടിച്ചിട്ട്, അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ട്രോഫി കിട്ടാറുണ്ട്, പുരസ്കാരങ്ങൾ കിട്ടാറുണ്ട്, അവാർഡുകൾ കിട്ടാറുണ്ട്. ആ അവാർഡുകളെല്ലാം ഞാൻ വരുന്ന വഴിക്ക് ബാഗിൽ നിന്ന് എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നീട് ഞാൻ അതിലേക്ക് നോക്കാറില്ല. അപ്പോൾ ഓരോ ദിവസവും എനിക്ക് ഓരോ അവാർഡുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ആ പുരസ്കാരങ്ങളെല്ലാം ഞാൻ ഓരോ ദിവസം അങ്ങനെ വെച്ച് വെച്ചു. അപ്പോൾ മറ്റേത് വെക്കാൻ സ്ഥലമില്ല, അത് കാരണം ഞാനതെടുത്ത് ചാക്കിൽ കെട്ടി വെച്ചതാണെന്നാണ് പറയുന്നത്. സുധിച്ചേട്ടൻ്റെ ട്രോഫികൾ, അവാർഡുകളും പുരസ്കാരങ്ങളെല്ലാം ഞാൻ കട്ടിലിനടിയിലും എൻ്റേത് ഞാൻ മേശപ്പുറത്തും വെക്കാമെന്ന് അങ്ങനെ ചിന്തിച്ച് ഞാൻ ചെയ്തതല്ല കേട്ടോ. എൻ്റേത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ മേശപ്പുറത്തോട്ട് വെറുതെ അങ്ങ് വെച്ചതാണ്. പിന്നെ അതെടുത്ത് മാറ്റാനൊന്നും പോയില്ല. അല്ലാതെ സുധിച്ചേട്ടൻ്റെ അവാർഡ് മാത്രം എടുത്തു കളഞ്ഞതല്ല. പിന്നെ വീട്ടിലിപ്പോൾ ട്രോഫി വെക്കാനുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല.
അങ്ങനെ ഇപ്പോൾ സുധിച്ചേട്ടൻ്റേത് കട്ടിലിനടിയിലും എൻ്റേത് മേശപ്പുറത്തും വയ്ക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്തതല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനെ ചെയ്തതല്ല. എൻ്റേത് ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ചപ്പോൾ തന്നെ മേശപ്പുറത്തോട്ട് എൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് തന്നെ വെച്ചതാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് തെറ്റിദ്ധരിക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പം അവൻ കുഞ്ഞല്ലേ, ഋതപ്പനില്ലേ, ഋതപ്പൻ കുഞ്ഞാണ്. അപ്പോൾ അത് കാരണം അവന് 5 വയസ്സ് മാത്രമേ ഉള്ളൂ. അവൻ്റേത് അങ്ങനെ ഒരു പ്രായമാണ്, എന്ത് കിട്ടിയാലും ഒടിച്ചു കളയുമെന്നുള്ളൊരു പ്രായം. അപ്പോൾ ഈ രേണുസുധിയുടെ അവാർഡും പുരസ്കാരങ്ങളും ഒന്നും ഒടിച്ച് കളയില്ലേ, അതെടുത്ത് കളിക്കൂലേ? അപ്പോൾ ചേച്ചിയുടെ മക്കളും എല്ലാവരും കൂടെ, ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ ആ വീട്ടിലെ എല്ലാ മക്കളും കൂടെ വരുമ്പോൾ ഇവർ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. എല്ലാ കുട്ടികളും ഫോൺ കളിക്കാറുണ്ട്, ആരും ഒടിച്ച് കളയാറില്ല, ആരും എറിഞ്ഞ് പൊട്ടിക്കാറില്ല. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ സുധിച്ചേട്ടൻ്റെ ഫോട്ടോയിൽ കുഞ്ഞുങ്ങൾ പൊട്ടൊക്കെ വെച്ച് കണ്ണെഴുതിയിരിക്കുന്നു. അത് സാധാരണയാണ്, അതങ്ങനെ കളിക്കുന്നതല്ലേ, എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്, നമ്മൾ കുറ്റം പറയണ്ട. അങ്ങനെ അച്ഛനെ ഒരുക്കിയെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെയും മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യരുതെന്ന് പിന്നീട് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അതിന് മനസ്സിലായി, എല്ലാം മനസ്സിലായി. അപ്പോൾ 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനൊക്കെ എന്ത് മനസ്സിലാവാൻ. സുധിച്ചേട്ടനെ ഞാൻ കളഞ്ഞിട്ടല്ല, പിന്നെ എങ്ങനെയാണ് അവാർഡ് കളയുന്നത്? സുധിച്ചേട്ടനെ പോലും ഞാൻ കളഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ സുധിച്ചേട്ടൻ്റെ അവാർഡ് ഞാൻ കളയുന്നത്? വീട്ടിൽ ഇനി ഇതെല്ലാം സൂക്ഷിച്ച് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇനി ഉണ്ടാക്കിയിട്ട് വേണം അതെല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കി അവിടെ വെക്കാൻ. എന്നിട്ട് ഇതെല്ലാം അതിലെടുത്ത് നിരത്തി ഓരോന്നായിട്ട് വെക്കണം. ഇനി എത്ര നാൾ കഴിഞ്ഞാന്ന് ആർക്കറിയാം. എന്നെ നെഗറ്റീവ് പറയാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കാര്യം കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഞാൻ അറിയാതെയാണ് ഈ എൻ്റെ മൂത്ത മോൻ കിച്ചു എൻ്റെ വീട്ടിൽ വന്നത്, ഞാൻ അറിയാതെ വന്നതാണ് കേട്ടോ. അവസാനം കിട്ടിയ അവാർഡ് പോലും പൊടിഞ്ഞ അവസ്ഥയിലായിരുന്നു. അപകടം നടന്ന സമയത്ത് നമ്മുടെ ചോര പുരണ്ട അതുണ്ടല്ലോ, അതുപോലും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ അവാർഡ് പോലും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാൻ ചാക്കി കെട്ടി വെച്ചേക്ക്, ആരെങ്കിലും വന്ന് കണ്ടാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഒന്നും ഉപേക്ഷിച്ചിട്ടൊന്നുമല്ല, എല്ലാം സുരക്ഷിതമായി ഒരിടത്ത് കൊണ്ട് കാത്തു വെച്ചതാട്ടോ. കാര്യം അറിയാതെ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ്. ആ പെർഫ്യൂം ഞാൻ മാറ്റി വെച്ചതും അതുകൊണ്ടാണ്. അത് കുപ്പിയാണ്, പൊട്ടുന്ന കുപ്പിയാണ്. അവനെടുത്ത് പൊട്ടിച്ചാൽ അതും നഷ്ടമായി പോവില്ലേ? അതും നഷ്ടമായി പോയില്ല, പിന്നെ അത് കിട്ടൂലല്ലോ. സുധിയുടെ മൂത്ത മകൻ കിച്ചു അടുത്തിടെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ ഒരു ഇത് പറഞ്ഞില്ലേ, സുധിയുടെ മൂത്ത മകൻ കിച്ചു അടുത്തിടെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്, ഡേ വിത്ത് ഋതപ്പൻ എന്നും പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. അച്ഛൻ്റെ ട്രോഫി എല്ലാം ദാണ്ട് കട്ടിലിൻ്റെ ഇടയിൽ ചാക്കിനുണ്ട്, അത് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ട്രോഫി എല്ലാം മേശപ്പുറത്തും കൊണ്ട് ആ 5 വയസ്സുള്ള കുഞ്ഞിന് അറിയാൻ വയ്യാത്ത കുഞ്ഞിന് അത് അത്രയും അറിയാം. അപ്പം അതാണ്. ഇപ്പോൾ മിക്ക ആൾക്കാരും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോട് യോജിക്കുന്നില്ല. ബാക്കി വീഡിയോയോ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ, അങ്ങനെയുള്ള ഇതിലാണ് ഇപ്പോൾ എല്ലാവരും. ഇപ്പോൾ അതിനകത്തൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മളെന്ത് പറയാനാണ്. അവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് അവർ മാറ്റി വെക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ കൊല്ലം സുധിയുടെ പേരിൽ കിട്ടിയ വീട്ടിലാണ് ഇപ്പോൾ ആ അനശ്വര കലാകാരനെ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷോ കണ്ടിട്ടുള്ളവരൊന്നും ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല. ആ കിട്ടിയ പുരസ്കാരങ്ങൾ ഒരു വിലയും കൊടുക്കാതെ മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.